അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉന്നതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വയെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ റൂമിനെയും മീനുവിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിനെ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ മാർ യൗസേപ്പേ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. മകനെ അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ
പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മീനുവിനെയും റോമിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായി ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ മാർ യോസേഫേ, ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. അങ്ങനെ പറയാൻ പറ്റില്ല. മൂന്നോട്ടായി എടുത്തിട്ട് കഴിച്ചോട്ടാ. പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അഞ്ചാറോട്ടം കഴിച്ചു.
അങ്ങനെ ഞാൻ അത് അവിടെ തന്നെ ഹോൾഡ് ചെയ്തത് ഇവിടെ താഴെ ചേച്ചി. Don't lose hold of me now. I'm barely hanging on. But I would do it all. I would do it all. I would do it all again with you. Love is wrong when love is right. It's a patient heart with tired eyes. It'll bring you to the end and show you where your life begins. But I would do it all. I would do it all. I
വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമുള്ള പിന്നെയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അഹങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശുദ്ധമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുസരണത്തിനും അണിഞ്ഞ് ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അനുകരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിജയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരെടുത്ത് ജീവിക്കുകയും സ്ത്രീ ബലഹീന പാത്രമാണെങ്കിൽ ജീവദായകമായ കൃപയ്ക്ക് തുല്യാവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോട് കൂടെ. പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോയോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കും എന്ത്? എന്റെ മണിക്കൂർ ഇനിയുമായിട്ടില്ല. ഈശോയുടെ അമ്മ പരിചാരകരോട് പറഞ്ഞു, ഈശോ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യണം. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊടുക്കുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുക എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം ഒക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് ഈശോ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകൻ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളിനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുമോ? എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. വിശ്വാസിക്കായി എത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നേ ദിവസത്തിന്റെ നമ്മുടെ ഐക്യം 2 വ്യക്തികൾ, 2 കുടുംബങ്ങൾ, 2 സംസ്കാരങ്ങൾ ഒന്നായി ചേരുന്ന മഹനീയ നിമിഷങ്ങളുടെ സാക്ഷികളാകാനായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുക. റോമിന്റെയും ഇന്ത്യയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇത്. ഇത്ര ദിവസവും ഇത്ര നാൾ വരെയും അവർ 2ആയി ജീവിച്ചു. എന്നാൽ ഇനി മുതൽ ഈ വിവാഹത്തിന്റെ ഈ കർമ്മങ്ങൾ കഴിയുന്നതോടുകൂടെ അവർ 2അല്ല 1ആയിട്ട് ജീവിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ വിവാഹം എന്ന കുദാശകൾ 1ആയി ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ സന്തോഷകരമായ നിമിഷത്തിലും എല്ലാ ദുഃഖകരമായ നിമിഷത്തിലും ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുന്നുള്ള ഒരു ഉറപ്പാണ് ഈ നിമിഷത്തിലേക്ക് നിങ്ങൾക്ക് ഇവരെല്ലാം നിർദ്ദേശിക്കാനുള്ളത്. എന്ന് നിങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ഈ ഒരു വിവാഹ ജീവിതം അത് അതിന്റെ പൂർണ്ണതയിൽ ജീവിക്കാനായിട്ട് നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹിക്കുകയാണ്, നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ പ്രസംഗം വേഗം അവസാനിപ്പിക്കുകയാണ്. നവ ദമ്പതിമാരോടാണ്, നവവധൂവരന്മാരോടാണ് ചോദ്യം. നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്?
ഒരു സന്നിച്ചേട്ടനെ സ്വീകരിച്ചൊന്ന് ആലോചിക്കുന്നുണ്ട്. ഇത്ര പറഞ്ഞ അവർ പറയും, നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? പരസ്പരം സ്നേഹിക്കാൻ. എനിക്ക് തോന്നുന്നു വിവാഹത്തിന് മുമ്പ് ഞാൻ ഈ നമസ്കാരങ്ങൾ ചൊല്ലിയെടുക്കുന്ന സമയത്ത് ഞാൻ റോമിനോട് ഇതേ ചോദ്യം ചോദിച്ചു. അവർ റോമിന് എനിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പരസ്പരം ഷെയർ ചെയ്ത് തോന്നുന്നു. അതുകൊണ്ട് വീണ്ടും അതിന് ഉത്തരം പറഞ്ഞു. ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ് ആണ്. കാരണം പരസ്പരം സ്നേഹിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് വിവാഹം എന്ന കൂടാശാലയുടെ നടക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെപ്പോഴും പരസ്പരം സ്നേഹിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തെ മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് വിവാഹമോചന കേസുകളൊക്കെ നമ്മൾ ചുറ്റുപാടും കാണുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പിന്നാമ്പം അന്വേഷിച്ച് പോകുമ്പോൾ ഈ വിവാഹത്തിന്റെ ലക്ഷ്യം എപ്പോഴാണോ, എന്ന് മുതലാണോ അവർ മറക്കുന്നത്, അന്ന് മുതൽ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് റോമിൻ, മീനു, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യശ്വാസം വലിക്കുന്നത് വരെ ഈ വിവാഹത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് നിങ്ങൾ മറക്കാതിരിക്കാനായി ശ്രദ്ധിക്കുക. ഒരിക്കലും മറക്കരുത്. സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്ന കാര്യം ഒരിക്കലും മറക്കാതിരിക്കാനായി ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്, എന്താണ് സ്നേഹം? എന്താണ് സ്നേഹം? അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ നമുക്ക് കാര്യങ്ങൾ എങ്ങനെയുള്ള സ്നേഹമാണ്? സഞ്ചാരം ഉത്തരം അറിയാൻ സഞ്ചാരം ആലോചിക്കുന്നുണ്ട്. വിവാഹ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടത് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്. പരസ്പര പ്രതിഫലേക്ഷ കൂടാതെയുള്ള ഒരു സ്നേഹമാണ് നാം വിവാഹം എന്ന കൂടാശയിൽ അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ടത്. എന്താണ് ഈ അൺകണ്ടീഷണൽ ലവ്? അതിന് ഒരു മാതൃക നമുക്കുള്ളത് ഈശോയാണ്. ഈശോയുടെ കുരിശിലെ വഴി നമുക്ക് ഈശോ പാപമോചനവും നിത്യരക്ഷയും ചെയ്തതുപോലെ ആ ഒരു അൺകണ്ടീഷണൽ ലവാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. റോമിൻ മീനുവിനെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും മീനു തിരിച്ച് റോമിനെ സ്നേഹിക്കണം. ഇനി മീനു റോമിനെ സ്നേഹിച്ചാലെങ്കിലും റോമിൻ മീനുവിനെ എന്തായാലും സ്നേഹിച്ചിരിക്കണം. അതാണ് അൺകണ്ടീഷണൽ ലവ്. അല്ലാതെ നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞതല്ല. നീ എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരിക്കലും മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളോട് കടന്നു പോകുമ്പോൾ ഒരു ചെറിയ ഉപദേശം കൂടി നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇന്നത്തെ സുവിശേഷം വായിച്ചു. അതുപോലെ ഇന്ന് നിങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ഈ വിവാഹ ജീവിതത്തിൽ നിങ്ങളുടെ ഇടയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയോട് ചിന്തിച്ചിട്ട് വേണം, പരിശുദ്ധ അമ്മയോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് വേണം ജീവിക്കാനായിട്ട്. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ കുറിച്ച് ഏറ്റവും കരുതലുള്ളവരാണ് പരിശുദ്ധ അമ്മ. നിങ്ങളൊക്കെ ജീവിതം നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മമാരോടായിരിക്കും ആദ്യം സമീപിക്കും, അല്ലേ? അതിനുശേഷമായിരിക്കും അമ്മമാരിലേക്ക് പോകും. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കേണ്ട ആ വലിയൊരു പ്രാധാന്യത്തെ സുവിശേഷങ്ങളോട് വിളിച്ചോതുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എപ്രകാരമാണെന്ന് ഞാൻ റോമിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് ഒരു മിനിറ്റ് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കണം. മറക്കാതിരിക്കുക. ഒരു നിമിഷം, ഒരു മിനിറ്റെങ്കിലും രണ്ടുപേരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി ശ്രദ്ധിക്കുക. സാധിക്കുമെങ്കിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു മീലെങ്കിലും, ഒരു ഭക്ഷണമെങ്കിലും ഒരുമിച്ച് കഴിക്കാനായി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് സമയം പരസ്പരം സംസാരിക്കുക, പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ ശ്രദ്ധിക്കുക. 3 MAകളാണ് വിവാഹ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത്. ഒന്ന്, മ്യൂച്വൽ അവയർനെസ്, പരസ്പരം അറിയണം. പിന്നെ മ്യൂച്വൽ അക്സെപ്റ്റൻസ്, പരസ്പരം അംഗീകരിക്കണം. പരസ്പരം അങ്ങോട്ടും അംഗീകരിച്ച് വേണം ജീവിക്കാൻ. ഇനിയാണ് മ്യൂച്വൽ അഫെക്ഷൻ, പരസ്പരം സ്നേഹിച്ച് നമ്മൾ ജീവിക്കണം. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായിട്ട് നമ്മുടെ ജീവിതം നയിക്കാൻ സാധിക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ സമ്മറൈസ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്നേഹമാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിനിറ്റെങ്കിലും ഒരു ദിവസം പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ജീവിതങ്ങളെ സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. സഭയ്ക്കും സമൂഹത്തിൽ നൽകുന്ന നല്ല വ്യക്തികളായി ജീവിക്കാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഭയിൽ ഉത്ഭവിക്കാൻ പോകുന്ന ഈ ഒരു പുതിയ കുടുംബത്തെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനകളിൽ പങ്കെടുക്കാം. Thank you.
യോഗ്യതയുടെ പരിക്രമം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവര സമൃദ്ധമായി നിരീക്ഷിക്കണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. മറുപടിയാണ് രണ്ട് ഭാഗത്തുനിന്നും ഓരോ സാക്ഷികൾ നൽകി നേരിടുന്നത്. റോമിൽ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മീനയെ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മീനും മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ റോമിനെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തങ്ങളുടെ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത് കരം ചേർത്ത് പിടിക്കുക. അബ്രഹാമിന്റെയും സഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോട് മനസ്സിലായി കൂടെ കുടുംബത്തിൽ നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോമിശിഹായെ വിവാഹത്തിൽ ബന്ധിക്കുവാനാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുബന്ധം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരും സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്നിഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ ഉചിതമായിരിക്കുന്ന കുരിശുകൾക്ക് ശക്തി നൽകട്ടെ. ഇതുവരെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിലെയും വിശ്വാസത്തിലെയും അടയാളമായി ഇവർ പരസ്പരം അടിയുന്ന ഈ മോഹങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരണവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി ഇതിനെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിലപാട് പാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും
അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസതയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവർ നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകരുമായി തീരട്ടെ. ജീവിതത്തിലെല്ലാ പ്രവർത്തനങ്ങളിലും അവർ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവർ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. Oh
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ കാര്യത്തിന്റെ ഫലം കൈനീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്താൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹ്മിക സഹായം അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായിരിക്കും. കർത്താവായ രക്ഷിതാവേ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നന്നായ പരിശുദ്ധ തിരുക്കുടുംബനായ മാധ്യസ്ഥയുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരെയും പ്രാർത്ഥനവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും ആധാരമായിരിക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്ത കാരണവാനായ ദൈവമായി കർത്താനാകട്ടെ. വിവാഹങ്ങളുടെ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവവും പരിശുദ്ധാത്മാവിന്റെ ആലയവുമായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഉദാസനങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തിന് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയമാതൃകയോടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവനിർമ്മിതമായ നിങ്ങളെയും ഈ ദീർഘമാതിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
വിശുദ്ധമായിട്ടുള്ള ഈ ദമ്പതികളെ ആശ്രയിക്കണമേ. അടുത്ത ജീവിതത്തിൽ അവരുടെ മാതൃകയും വഴികാട്ടിയുമായിരിക്കണമേ. ആത്മീയമായ സമൃദ്ധമായി നൽകുകയും ചെയ്യണമേ. തിരുവനന്തപുരത്തിന്റെ മാതൃകയായി ജീവിക്കുവാനും വിശ്വാസം, ശരണം, സ്നേഹം എന്നീ മൂല്യങ്ങളിലും മറ്റു ക്രിസ്തീയ സുഹൃത്തുക്കളിലും അന്തരം വളർത്തുവാനും ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അത് വിശ്വാസികളായ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും വിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I was born to fly and spread these wings and find my own. I am coming home. Today will be the day it all will change. Nothing, no one's in my way. Today will be the day. Today will be the day. I was made to dream that anything can be my own. I have found my home. This could be the moment we've been waiting for, the chance to feel alive. Nothing's gonna stop us, nothing's gonna top this, nothing like we've ever seen. And I raise my hands to the sky, what a feeling, 'cause I feel like dancing high, got a feeling, time to feel it. This is where it all begins. This is where it all begins. This is where it all begins. 'Cause this could be the best day of our lives, yeah. This is where it all begins. Burning like a light show, free yourself and let go, time to see it all. Don't think about tomorrow, today we are heroes, here adventure call. There are whole new worlds to see, I keep running, and my feet keep lifting me, like I'm flying, time to see it. തിങ്കളെ ഇനി ഒളി കണ്ണെറിയരുതേ, ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ. ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ, ഇന്ന് താലിപ്പീലി പൊന്നം കെട്ടി മുത്തഴകു മടിച്ചെടുത്തൻ. തിങ്കളേ തിങ്കളെ ഇനി ഒളി കണ്ണെറിയരുതേ.
നിലയിൽ നിങ്ങൾ ബോണ്ടാണെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു അയോണിക് ബോണ്ട്, അയോണിക് ബോണ്ടാണോ കോവാലന്മാരാണോ ബെറ്റർ? അയോണിക് ബോണ്ട്, നല്ലൊരു അയോണിക് ബോണ്ട് നമുക്ക് ആശംസിക്കാം. അപ്പോൾ റോമിന്റെ ഓൺഷോർ US ആണ്. അപ്പോൾ ഓഫ് ഷോറിൽ റോമിന് ഓഫീസ് ഇല്ല. അവൻ എപ്പോഴും അവന്റെ റൂമിലാണ്, അവൻ്റെതായിട്ട് ലോകത്തിലാണ് അവൻ എപ്പോഴും ഉള്ളത്. അപ്പൊ ആ ലോകത്തിലേക്ക്, അവന്റെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ലോകത്തേക്ക് മീനി ചേച്ചി കടന്നു വരികയാണ്. റോമിൻ വൺ ക്വസ്റ്റ്യൻ, യു ഗോ വിത്ത് ദ ഫ്ലോ ഓർ നിങ്ങൾ മുമ്പേ അലൈനെ വെച്ചിട്ടുണ്ട്? എങ്ങനെയപ്പോ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. നിന്റെ ആ വലിയൊരു കോട്ടയിലേക്ക്, നിന്റെ പ്രൈവറ്റ് സ്പേസിലേക്ക് ഇതുവരെ ഇല്ലാത്ത ഒരാൾ കയറി വരികയാണ്, അതും ഒരു ടീച്ചർ. അപ്പൊ നീ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ചേച്ചിയോട് മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ടോ? പെരുന്നത്ത് വെച്ച് കാണാം എന്ന രീതിക്കാണോ? ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ നല്ലൊരു പ്ലീസ്. അഡ്ജസ്റ്റ്മെന്റിനേക്കാളും നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് മെല്ലെ മെല്ലെ ചടങ്ങുകളിലേക്ക് പ്രവേശിക്കാം. സോ ആദ്യം ഈ ഒരു മഹനീയമായ മുഹൂർത്തത്തിന് കാരണഭൂതരായിട്ടുള്ള ഇവരുടെ മാതാപിതാക്കളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. ആദ്യം മീനി ചേച്ചിയുടെ മാതാപിതാക്കളെ, പിന്നീട് സഹോദരൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വർഗീസ് അങ്കിൾ, വിജയാങ്കി, മറിയ, പ്ലീസ് കം ടു ദി സ്റ്റേജ്. ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് മീനി ചേച്ചി മെസ്സേജ് അയക്കും, വീട്ടിൽ നടക്കുന്ന പരിപാടികളെ കുറിച്ചൊക്കെ എനിക്ക് വീഡിയോസ് ഒക്കെ അയച്ചിടാറുണ്ട്. ഒരു കാര്യത്തിൽ റോമിലെ നീ ഭയങ്കര ലക്കിയാണ്. നിന്നെ വളരെ സ്നേഹം കൊണ്ട് ഒരു വീർപ്പ് മുട്ടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം റോമിൻ ഒരു നല്ലൊരു മകനായി, നല്ലൊരു സഹോദരനായി, നല്ലൊരു കസിനായിട്ട് മാറാൻ എന്തായാലും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ദിവസങ്ങളിൽ മീനി ചേച്ചിയുടെ ഫാമിലി മീനി ചേച്ചിനെ വെൽക്കം ചെയ്യുന്ന രീതി, റോമിനെ വെൽക്കം ചെയ്യുന്ന രീതി വളരെ അഡോറബിൾ ആയിരുന്നു. സോ ഒരേ സമയം അഭിമാനം അസൂയം തോന്നുന്നു. നല്ലൊരു കൈയ്യിൽ കൊടുക്കുന്നതിന് പ്ലീസ്. അടുത്തായിട്ട് റോമിന്റെ മാതാപിതാക്കളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ എവർഗ്രീൻ ഹീറോ മിസ്റ്റർ സണ്ണി ആന്റണി, ഞങ്ങളുടെ ബോസ് എൽസി ടീച്ചറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് നല്ലൊരു കൈയ്യിൽ. മിസ്റ്റർ സണ്ണി ആന്റണി, മീനി ചേച്ചിയുടെ എല്ലാ ഫാമിലിക്കും തോന്നുന്നൊരു കാര്യം, റോമിൻ ഭയങ്കര സൈലന്റ് ആണ്. അതിനേക്കാളും സൈലന്റ് ആണ് അവന്റെ അപ്പൻ സണ്ണി എന്നാണ്. തെറ്റാണ്. അദ്ദേഹം തന്റെ താലം കൈമാറി എന്നെയും റോമിനെയൊക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്റെ റിട്ടയർ ലൈഫ് അടിച്ചുപൊളിയാക്കാൻ. ആയ കാലത്ത് അപ്പൻ ചെയ്തതിന്റെ പകുതി പോലും ഞാനോ റോമിനോ ചെയ്തിട്ടില്ല. സോ നിങ്ങളെ സണ്ണി ആരാണെന്ന് അറിയാം. നല്ലൊരു കൈ അപ്പന് വേണ്ടി പ്ലീസ്. അടുത്തായിട്ട് ഈ മൂന്ന് ഹടാഹടിയന്മാരെ വടികൊണ്ട് ഓറിയന്റ് ചെയ്യുന്ന ഞങ്ങളുടെ ടീച്ചർ എൽസി, നല്ലൊരു കൈ മമ്മിക്ക് വേണ്ടി. അപ്പൊ ഈ കുടുംബത്തിലേക്ക് വേറെ ടീച്ചർ കയറി വരികയാണ്. രണ്ട് ടീച്ചർമാരെ ഓറിയന്റ് ചെയ്യാൻ ലെക്സി. ഓക്കെ, മമ്മിക്ക് നല്ലൊരു കൈ പ്ലീസ്. ഇനി പേരിന് ഒരു വെൽക്കം കൂടി തന്നെ പറയാം. ഈ റോമിന്റെ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ വീട്ടിലാരെങ്കിലും വരുമ്പോ അപ്പം പറയും വരുന്നതിലേക്ക് ഒറ്റ മോനെ ഉള്ളൂ. അപ്പൊ അപ്പൻ ഈ പോക്കിരാജി പറയുന്ന പോലെ എനിക്കൊരു മകൻ കൂടി ഉണ്ട്. ആ മകനാണ് ഞാൻ കൊച്ചിയിലാണുള്ളത്. അപ്പൊ താങ്ക് യു. ഇങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടാ. ഓക്കെ, അല്ല ഞാനിപ്പോ നീ പറയാം പരിപാടി. ശരി. This is where it all begins. This is where it all begins. This is where it all begins. 'Cause this could be the best day of our lives. ഞങ്ങൾ തമ്മിൽ
cherish the treasure of you, lifelong companion. I give myself to you. God has enabled me to walk with you faithfully and cherish the treasure of you. As I obey the Spirit's voice and seek to do His will, I then can see the wisdom of His plan. For as He works His will in me, I then can love you selflessly, and by His grace can pledge my life to you. I cherish the treasure of you, lifelong companion. I give myself to you. God has enabled me to walk with you faithfully and cherish the treasure of you. This sacred vow I make to you does not contain an if, though I'm aware that trials lie ahead. I will love you and pray with you, and through it all I will stay with you. Our home will be a refuge of unconditional love. I cherish the treasure of you, lifelong companion. I give myself to you. God has enabled me to walk with you faithfully and cherish the treasure of you. Cherish the treasure of you. Flesh of my flesh, bone of my bone. There's no one closer. You are flesh of my flesh, bone of my bone. We are one.
pledge my life to you forever and always. I will take good care of you and shower you with praise. Others try and separate us, but they don't have a chance. No one can take your place, no, not even one. You are flesh of my flesh, bone of my bone. We are one. I do give my life to you today and every day. I will stand right by your side, whatever comes our way. I have searched and searched for someone who'd make my dreams come true. Nowhere else on this earth is there anyone like you. The storms of life can blow and blow, but they won't knock me down. We'll stand the test of time, 'cause we stand on a holy ground. You are flesh of my flesh, bone of my bone. There's no one closer. You are flesh of my flesh, bone of my bone. We are one. You are flesh of my flesh, bone of my bone. There's no one closer. You are flesh of my flesh, bone of my bone. We are Here we are at the start, committing to each other by His word and from our hearts. We will be a family in a house that will be a home, and with faith we'll build it strong. We'll build a household of faith that together we can make, and when the strong winds blow, it won't fall down. As one in Him we'll grow, and the whole world will know we are a household of faith.
hands that served the wine and the bread, and the sons of the earth, how beautiful the feet that walked the long dusty roads, and the hill to the cross, how beautiful, how beautiful, how beautiful is the body of Christ. How beautiful the heart that bled, that took all my sin and bore it instead. How beautiful. മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് സുവിശേഷം മണവാളിനെ എതിരേൽക്കാൻ വിളക്കുകളുമായി പുറപ്പെട്ട 10 കന്യകൾക്ക് സദൃശമാകുന്നു. സ്വർഗരാജ്യന്മാരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണ എടുത്തിരുന്നില്ല. വിവേകവതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളന്മാരാൻ വൈകി. ഉറക്കം വരികയാൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പുവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു, പുറത്തുവന്ന് അദ്ദേഹത്തെ എതിരേൽക്കുവിൻ. കന്യകമാരെല്ലാവരും ഉണർന്നെണീറ്റു, വിളക്കുകൾ ഒരുക്കി നിന്നവർ അദ്ദേഹത്തോടൊപ്പം വിളക്ക് തെളിച്ച് മങ്ങിലെ ഘോഷങ്ങൾക്കായി അകത്ത് പ്രവേശിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി കർത്താവെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന നവദമ്പതികളെ സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കണമെന്നും ഉത്തമ സന്താനങ്ങൾ നൽകിയവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ ധാരാളം ചിത്രങ്ങൾ നൽകണമെന്നും സൗഭാഗ്യത്തിൽ ഇവരെ പുലർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിവാഹബന്ധ കുദാശയിൽ വിവാഹമെന്ന കൂദാശയിൽ ഞങ്ങളെ ഒരുക്കിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഞങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന അവബോധം ഞങ്ങളിൽ സദാ വളർത്തണമേ. ഞങ്ങൾ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മകൾ ക്ഷമിച്ചും സഹിച്ചും വളരുവാനും പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്തിം വരെ വിശ്വസ്തരായി വ്യാപരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹത്തെ സഫലമാക്കണമേ. ഞങ്ങളുടെ ജീവിതാന്ത്യത്തിൽ അങ്ങേ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കുടുംബപ്രതിഷ്ഠ ഈശ്വരത്തിനുദയമേ, കുടുംബത്തിലുള്ളവരെയും പെണ്ണാക്കാതിൻ്റെവരെയും സമൃദ്ധമായി കാത്തുകൊണ്ടവേ ജീവിതകാലം How beautiful
not appear. I will be here. If in the dark we lose sight of love, hold my hand and have no fear. 'Cause I will be here. I will be here when you feel like being quiet, when you need to speak your mind. I will listen, and I will be here when the laughter turns to crying, through the winning, losing, and trying. We'll be together, 'cause I will be here. എന്തായാലും ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ കല്യാണമാണ്, ആദ്യത്തെ മോളാണ്. അപ്പൊ ഇവിടെ ഉണ്ടാവില്ല. വലിയ രണ്ട് ഫാമിലി ആയിട്ടുള്ള ഒരു കൂട്ടുകൂടലും കൂടി ആയിരുന്നു ഈ കല്യാണത്തോടു കൂടി. അപ്പൊ നമുക്ക് സ്ലോലി അടുത്ത പല ഘട്ടങ്ങളിലായിട്ട് എല്ലാവരെയും സാവധാനം കൂടുതലായിട്ട് പരിഗണിക്കാൻ തുടങ്ങാം. ഓക്കെ, തീർച്ചയായും. ഓക്കെ അമ്മച്ചി. ഓക്കെ റോമിൻ, ഓൾ ദ ബെസ്റ്റ്. I will be here. I will be here, and you can cry on my shoulder when the mirror tells us we're older. I will hold you, and I will be here to watch you grow.